ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത വരിക്കച്ചക്ക ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളിയായ 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. ഇനി ചക്ക ചുളയൊക്കെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് നന്നാക്കി മാറ്റിയാണേ. ഇത് നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ്. ഞാൻ വീട്ടിൽ എപ്പോഴെങ്കിലും ചക്ക കിട്ടുന്ന സമയത്തൊക്കെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ചക്ക കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് മക്കൾക്ക് വലിയ ഇഷ്ടമാണ്, അവർ കഴിക്കുകയും ചെയ്യും. ചക്ക ചുളകളൊക്കെ എടുത്ത് മാറ്റി ഇനി അതിലെ കുരുകളൊക്കെ എടുത്ത് മാറ്റണം. ചുളയിൽ നിന്ന് കുരുകളൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഇനി മാവ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി മാവ് തയ്യാറാക്കുന്നതിന് ഗോതമ്പപ്പൊടി, മൈദ, അരിപ്പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, ഏലക്ക പൊടിച്ചത്, പിന്നെ പഞ്ചസാര. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മുട്ട ഉടച്ച് പാർന്നതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. മാവ് റെഡിയാവാൻ വേണ്ടി നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് റെഡിയായിരിക്കണം. അതിൽ നന്നാക്കി വെച്ചിരിക്കുന്ന ചുളയെടുത്ത് ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. ഇനി ഓരോ ചുളകളായിട്ട് മാവിൽ മുക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് എടുത്തിട്ട് വറുത്തെടുക്കാം. ഇനി മുരിഞ്ഞ് വരുന്നതിനനുസരിച്ച് അതൊന്ന് മറച്ചിടാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി ഓരോ പാത്രത്തിലേക്ക് എടുത്തിടാം. അപ്പം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ചക്ക വറുത്ത് റെഡിയായിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ചക്ക വറുത്ത് റെഡിയായിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അത്രയും ടേസ്റ്റിയാണ്.